ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രാവിലെ ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, ദോശയും സാമ്പാറും. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കട വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഡയറി മിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു ക്രീമെണ്ണ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ളതുകൊണ്ട് എൻ്റെ തലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും മീൻ കറിയും മീൻ വറുത്തതും പച്ചടിയും കൂടെ കൂട്ടി, പച്ചടി കിച്ചടി അങ്ങനെ ഇങ്ങോട്ട് അതിന് പറയുന്നത്, അതും കൂടെ കൂട്ടി ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോഴത്തേനും നമ്മൾ പനീർ ചാമ്പയും റംബുട്ടാനും പറിക്കാനായിട്ട് വീടിൻ്റെ മുകളിലുള്ള പറമ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നാടൻ പനീർ ചാമ്പയാണ്. ഞാൻ നിങ്ങൾക്ക് ബഡ് കാണിച്ചു തരാം. അവിടെ കിടന്ന് എനിക്കൊരു മഞ്ചാടിക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബഡ് പനിനീർ ചാമ്പ പറിക്കാനായിട്ട് പോവാണ്. ഈ കാണുന്നതാണ് ബഡ് പനിനീർ ചാമ്പ. ഇത് നിലം പറ്റിയാണ് ഇതിൻ്റെ ഇലം കിടക്കുക. മാത്രമല്ല മറ്റേത് റെഡാണ് പഴുത്ത് കഴിയുമ്പോൾ. ഇത് നല്ല വൈറ്റ് കളറാണ്, അത്യാവശ്യം നല്ല വലിപ്പം വെക്കും. അപ്പോൾ കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കിടന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പനിനീർ ചാമ്പയാണ് ഇത്. ഇതിൻ്റെ ഫ്ലവർ ചിലർ കഴിക്കും, ചിലർ കഴിക്കില്ല. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മുള്ളമ്പഴം പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താന്ന് കിടന്ന ഏരത്തിന് ഞാനാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്, ബാക്കി അച്ഛനും അമ്മയാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ മഞ്ഞ കളറ്, ഓറഞ്ച് കളറിലെ പിന്നെ ചുമല കളറിലെ നല്ല പഴുത്തത് ആ ഒരു രീതിയിലുള്ളതാണ് ഇപ്പോൾ പറിക്കുന്നത്. പച്ച അങ്ങനെ പറിക്കുന്നില്ല. അതിൽ പക്ഷേ കുറച്ച് പച്ച വന്നിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛനും അമ്മയും. ഇഷ്ടംപോലെ കിളികളുള്ളതുകൊണ്ട് തന്നെ മുകളിലായിട്ട് എല്ലാം കൊത്തി കഴിച്ച് പകുതിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയാണ് മുള്ളമ്പഴവും പനിനീർ ചാമ്പയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ കുറേ കൊഴിഞ്ഞു വീണ് കിടപ്പുണ്ടായിരുന്നു. കിളികൾ കൊത്തിയതിൻ്റെ ബാക്കിയും അല്ലാതെ കാറ്റും മഴയും വരുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നതും ഒക്കെ കുറേ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയാണ് പറിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്കിത് ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കണം, മുള്ളമ്പഴവും പനിനീർ ചാമ്പയും വെവ്വേറെ ആക്കിയിട്ട്. അപ്പോൾ എനിക്കറിയാം നമ്മുടെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടന്റും കാര്യങ്ങളായിട്ടൊന്നും ഇടാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും മറക്കല്ലേ.